بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد നോമ്പുമായി ബന്ധപ്പെട്ട അഹ്കാമുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവസാനമായി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 അസ്ലുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിനെ നമുക്ക് 4ആയി വേർതിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ. മൂന്നാമത്തേത് ലൈംഗിക ബന്ധം. നാലാമത്തേത് ഖത്ഉൻ നിയ്യ, ഞാൻ നോമ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതുക, അങ്ങനെ നിയ്യത്ത് മുറിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ടാണ് നോമ്പ് മുറിയുന്നത്. ഇത് ഓരോന്നിനും വിശദാംശങ്ങളുണ്ട്. ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. ഇനി രണ്ടാമത്തെ അസ്ല് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ തുടങ്ങിയത്. അതിലൊന്നാമത്തേത് ഛർദിയാണ്. ഛർദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അറിയാതെ ഛർദിക്കുന്നതാണെങ്കിൽ നോമ്പ് മുറിയില്ല, ഹദീസിൽ വന്നതുപോലെ. എന്നാൽ ആ ഹദീസിലൊരു ദ്വാഫുണ്ട്, ദുർബലതയുണ്ട്. പക്ഷേ അതേ ആശയം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആരാണോ അറിയാതെ ഛർദിച്ചത് അവന് നോമ്പ് ശരിയാകും, നോമ്പ് മുറിയുകയില്ല. എന്നാൽ വായിൽ കൈയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് കരുതി കൂട്ടി ഛർദിച്ചാൽ നോമ്പ് മുറിയും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഛർദിയെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തേത് ഹിജാമ. ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുമെന്നാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് നമ്മുടെ ഈ മത്നിൽ പറയുന്നത്. ഔ ഹിജാമത്തിൻ, ഹിജാമ നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായം ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്നുള്ളത് ഹംബലി മദ്ഹബിൽ മാത്രമുള്ള ഖൗലാണ്. മുഫ്രദാത്തുൽ ഹനാബില എന്ന് പറയും. ഒരു മദ്ഹബിൽ മാത്രമുള്ള ഖൗലിന് മുഫ്രദാത്ത് എന്ന് പറയും. അതിൽപ്പെട്ട ഒരു ഖൗലാണ് ഇത്. കാരണം ഇവർ തെളിവ് പിടിച്ച ഹദീസ് അത് മൻസൂഖാണ്. ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്നതിന് അവർ തെളിവാക്കിയ ഹദീസ് ദുർബലപ്പെടുത്തിയ ഹദീസാണ്. അഫ്തർ അൽ ഹാജിമു വൽ മഹ്ജൂം എന്നതാണ് ഹദീസ്. ഹിജാമ ചെയ്യുന്നവനും ആ ഹിജാമ ചെയ്യപ്പെടുന്ന രോഗിയും രണ്ടുപേരും അവരുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു എന്നാണ് ഹദീസ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് നോമ്പ് മുറിയുകയില്ല. അവരതിന് തെളിവ് പിടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തു എന്ന സംഭവമാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വഹുവ മുഹ്രിം വഹ്തജമ വഹുവ സായിം. ഇഹ്റാമിലായിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തിട്ടുണ്ട്, അതുപോലെ നോമ്പുകാരനായിരിക്കുകയും ഹിജാമ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സ്വഹാബത്തിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല എന്ന കാര്യം. ഇനി അടുത്ത മുഫത്തിർ, നോമ്പ് മുറിയുന്ന കാര്യം, ഈ രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തേത് ഛർദി, രണ്ടാമത്തേത് ഹിജാമ, മൂന്നാമത്തേത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി ഇവിടെ പറയുന്നത് ഔ ഇംനാഇൻ ബിമുബാശറ. ഔ ഇംനാഇൻ ബിമുബാശറ. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ കാര്യം ഇംനാഉൻ ബിമുബാശറ എന്ന് പറഞ്ഞാൽ എന്താണ്? മനിയ് പുറത്തു വരിക മുബാശറത്ത് കൊണ്ട്. എന്താണ് മുബാശറത്ത് എന്ന് പറഞ്ഞാൽ? ലൈംഗിക ബന്ധമല്ലാത്ത മറ്റുള്ള പ്രവൃത്തികൾ, ശരീരം കൊണ്ട്, സ്പർശനം കൊണ്ട് ഇംന ഉണ്ടാവുക, മനിയ് പുറത്തു വരിക. ഇതാണ് അടുത്ത മുഫത്തിർ, നോമ്പ് മുറിയുന്ന കാര്യം. ഇതിനെക്കുറിച്ച് മദ്ഹബുകളിൽ പല രൂപത്തിൽ ചർച്ച ചെയ്ത് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ 4 രൂപങ്ങളുണ്ട് മനിയ് പുറത്തു വരുന്നതിന്. ലൈംഗിക ബന്ധമല്ലാതെ മനിയ് പുറത്തു വരുന്നത് 4 രൂപത്തിൽ മദ്ഹബുകളിൽ ഫിഖ്ഹിന്റെ കിതാബുകൾ കാണാം. ഒന്നാമത്തേത് ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധമല്ലാത്ത സ്പർശനം കൊണ്ട്, അതിനാണ് മുബാശറത്ത് എന്ന് പറയുക. അതുകൊണ്ട് നോമ്പ് മുറിയും. അങ്ങനെ ചെയ്തിട്ട് സ്ഖലനമുണ്ടായാൽ, മനിയ് പുറത്തു വന്നാൽ നോമ്പ് മുറിയും എന്ന കാര്യത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്. അതിൽ വളരെ ദുർബലമായ ഒറ്റപ്പെട്ടൊരു അഭിപ്രായം ലാഹിരികളായ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അവർ തെളിവാക്കിയതൊന്നും തെളിവിന് പറ്റുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അവർ തെളിവാക്കിയിട്ടുള്ളത്. അതുപോലെ സ്വഹാബത്തിന്റെ ആസാറുകൾ ഇങ്ങനെ ചെയ്തതായി, പക്ഷെ അതിലൊന്നും ഇങ്ങനെ സ്ഖലനമുണ്ടായി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വാദം തെറ്റാണ്. രണ്ടാമത്തെ രൂപം സ്വയംഭോഗം കൊണ്ട്
സ്ഖലനം ഉണ്ടാവുക, മനി പുറത്തു വരിക, അത് നോമ്പ് മുറിയുന്ന കാര്യമാണ്. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം ആദ്യം പറഞ്ഞ സംഗതി അതിൻ്റെ അതേ ഇനത്തിൽപ്പെട്ടതാണ് ഇതും. ഇനി മൂന്നാമത്തെ രൂപം നോട്ടം കൊണ്ട് സ്ഖലനം ഉണ്ടാവുക. അങ്ങനെ സംഭവിച്ചാൽ അത് പല അവസ്ഥയിലുണ്ട്. ആദ്യത്തെ നോട്ടം നമുക്ക് അനുവദിക്കപ്പെട്ട നോട്ടമുണ്ട്. കരുതിക്കൂട്ടിയല്ലാതെ ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് അറിയാതെ നോക്കി പോവുക. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ, വളരെ അപൂർവമായ സാധ്യത, അങ്ങനെ സംഭവിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. എന്നാൽ ആവർത്തിച്ച് നോക്കി കരുതിക്കൂട്ടി നോക്കിയിട്ടാണ് സംഭവിക്കുന്നതെങ്കിലോ, ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അത് ആവർത്തിച്ച് നോക്കിയിട്ടാണ് സംഭവിച്ചതെങ്കിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷെ അവിടെയും നോമ്പ് മുറിയുകയില്ല എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. നാലാമത്തെ രൂപം ചിന്തിച്ചതുകൊണ്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് സംഭവിച്ചാൽ അവിടെയും നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം എന്താണ്? ഇന്നല്ലാഹ തജാവസ ലി അൻ ഉമ്മത്തി മാ വസ്വസത് ബിഹി സുദൂറുഹ. മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ മസലയുടെ ഒരു ഖുലാസ, ചുരുക്കം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അസ്ല് നമ്മൾ പറഞ്ഞു, 3 വിഭാഗങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പോഷകം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ രണ്ടാമത്തേത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തേത് ഷെയ്ഖ് പറയുന്നു, ഇൽനാമൻ അഫ്തറ ബിജിമാ, ജിമാ കൊണ്ട്, ലൈംഗിക ബന്ധം കൊണ്ട് നോമ്പ് മുറിഞ്ഞവനാണെങ്കിൽ ഫഇന്നഹു യഖ്ളി വയുഅ്തിഖു റഖബ, അവൻ നോമ്പ് നോറ്റു വീട്ടുകയും ഒരു അടിമയെ മോചിപ്പിക്കുകയും വേണം. ഫഇല്ലം യജിദ്, അതിന് സാധിച്ചില്ലെങ്കിൽ, അടിമയെ മോചിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഫസിയാമു ഷഹറൈനി മുത്തതാബിഈൻ, തുടർച്ചയായ 2 മാസം നോമ്പ് നോൽക്കണം. ഫഇല്ലം യസ്തതി ഫഇത്ആമു 60 മിസ്കീന, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ അസ്ല്, പ്രധാനപ്പെട്ട മൂന്നാമത്തെ നോമ്പ് മുറിയുന്ന വിഭാഗം. എന്താണ്? ലൈംഗിക ബന്ധം. അങ്ങനെ റമദാനിൽ പകലിൽ ഒരാൾ ചെയ്താൽ, ഉദറില്ലാതെ കരുതിക്കൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയും എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഒരു ഹദീസിൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഇങ്ങനെ സംഭവിച്ച കാര്യം പറയുകയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് അറിയപ്പെട്ട ഹദീസാണ്. അവിടുന്ന് ചോദിച്ചു, ഹൽ തജിദു റഖബതൻ തുഅ്തിഖുഹ, ഒരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഖാലല, സാധിക്കുകയില്ല, അതിനുള്ള സമ്പത്തില്ല. ഫഹൽ തസ്തതിഉ അൻ തസൂമ ഷഹറൈനി മുത്തതാബിഈൻ, എന്നാൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കാൻ പറ്റുമോ? ഖാലല, അതിനും സാധിക്കുകയില്ല, അതിനുള്ള ആരോഗ്യം ഇല്ല. ഖാല ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? ഖാലല, അതിനും സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് തംർ ആരോ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മിസ്കീനായ ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഖുദ്ഹാ ഫതസദ്ദഖ് ബിഹി, ഇതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെക്കാളും മിസ്കീനായ ഒരാൾക്കാണോ ഞാൻ പ്രായശ്ചിത്തമായി ഇത് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരാൾ മദീനയിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അത്ഇംഹു അഹ്ലക്, അത് നീ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ വീട്ടുകാർക്ക് കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഓർഡറിലാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, അല്ലെ? 3 കാര്യങ്ങൾ പ്രായശ്ചിത്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അടിമയെ മോചിപ്പിക്കുക, 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. 60 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർ ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്ന് കരുതി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അടിമയെ മോചിപ്പിക്കണം, അതിന് കഴിവില്ലെങ്കിൽ 2 മാസം നോമ്പ് നോൽക്കണം, അതിനും കഴിവില്ലെങ്കിലാണ് സാധുക്കൾക്ക് ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകുക എന്ന അവസരമുള്ളത്. അപ്പോൾ ഈ തർത്തീബിലായിരിക്കണം, ഒന്നിന് സാധിച്ചിട്ടില്ലെങ്കിൽ മാത്രം അടുത്തത് എന്നതാണ് ഇതിൻ്റെ വിധി എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഒരു മസാല, ഇങ്ങനെ ചെയ്ത ഒരാൾ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അത് സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അതിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിന് മുമ്പായി 2 മാസം നോമ്പ് നോൽക്കണം. ഈ 2 മാസം നോമ്പ് നോൽക്കുന്ന ഒരാൾ ഈ നോമ്പ് മുറിച്ച ദിവസത്തിന് പിന്നെയും ഒരു ദിവസം നോമ്പ് നോൽക്കേണ്ടതുണ്ടോ? അതായത് 60 ദിവസം നോമ്പ് നോറ്റു, പിന്നെ ആ നോമ്പ് ഒരു ദിവസം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരു നോമ്പ് കൂടി അധികം നോൽക്കേണ്ടതുണ്ടോ? അതിൽ സലഫുകൾക്ക് 2 അഭിപ്രായമുണ്ട്. പക്ഷേ അത് ആവശ്യമില്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ മദ്ഹബിലെ ഒരു ഖൗല്. അതുപോലെ ഇമാം ഔസാഇ, ഇങ്ങനെ പല പണ്ഡിതന്മാരും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അന്ന് കരുതി കൂട്ടിയാണ് നോമ്പ് ഉപേക്ഷിച്ചിരിക്കുന്നത്, അതിന് ഖളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഈ വ്യക്തിയോടും 2 മാസം നോമ്പ് നോൽക്കാനാണ് പഠിപ്പിച്ചത്. 2 മാസവും പിന്നെ ഒരു നോമ്പ് കൂടി അധികം നോൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല.
ഇനി ഈ മസലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, ഇങ്ങനെ സംഭവിച്ചാൽ ഈ സ്ത്രീയും നോമ്പ് നോൽക്കേണ്ടതുണ്ടോ, ഭാര്യയും നോമ്പ് നോൽക്കേണ്ടതുണ്ടോ, നോമ്പ് കഫാറത്ത് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ടോ? പ്രായശ്ചിത്തമില്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പരാതി പറഞ്ഞ വ്യക്തിയോട്, അല്ലെങ്കിൽ ഈ തെറ്റ് ഏറ്റുപറഞ്ഞ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത് ബാധകമല്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഇതാണ് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, അതുപോലെ ഇമാം ഷാഫിയുടെ ഒരഭിപ്രായം, അതുപോലെ ഇമാം അഹ്മദിന്റെ ഒരഭിപ്രായം ഇതാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ. ഇനി നാലാമത്തേത്, അത് ഷെയ്ഖ് സാദി റഹിമഹുല്ലാ ഈ മത്നിൽ പറഞ്ഞിട്ടില്ല. മത്നിൽ അദ്ദേഹം 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നാലാമത്തെ ഒരു കാര്യം കൂടി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഖത്ഉ നിയ്യത്ത് സിയാം, നോമ്പിന്റെ നിയ്യത്ത് മുറിക്കുക. ഒരാൾ നോമ്പുകാരനായിരിക്കെ പകൽ തീരുമാനിച്ചു, ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല, പക്ഷെ മനസ്സുകൊണ്ട് കരുതി ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു. അങ്ങനെ കരുതിയാൽ അതോടുകൂടി അവൻ്റെ നോമ്പ് മുറിഞ്ഞു. ഇത് ഫർള് നോമ്പിന്റെ കാര്യത്തിലാണ്. സുന്നത്ത് നോമ്പാണെങ്കിലോ? സുന്നത്ത് നോമ്പാണെങ്കിൽ ഞാനിപ്പോൾ ഇതാ നോമ്പ് മുറിച്ചു എന്ന് മനസ്സിൽ കരുതി, ഒന്നും തിന്നിട്ടില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നോമ്പിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ അവൻ്റെ നോമ്പ് ശരിയാകും. കാരണം എന്താണ്? സുന്നത്ത് നോമ്പിന് നിയ്യത്ത് തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം കുറേ സമയം കഴിച്ചു കൂട്ടി, നോമ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അയാൾക്ക് അവസാന നിമിഷം വേണമെങ്കിൽ നോമ്പ് നോൽക്കാം, സുന്നത്ത് നോമ്പ്. അതുകൊണ്ട് തന്നെ ഈ നിയ്യത്ത് മുറിക്കുന്ന പ്രശ്നവും സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിൽ ബാധകമല്ല. ഇനി ഇത്രയും കാര്യങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാ മൻഹജു സാലിക്കീൻ എന്ന് പറയുന്ന മത്നിൽ അദ്ദേഹം പറയുന്നു, വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുകയാണ്. മൻഹജു സാലിക്കീൻ എന്ന് പറയുന്ന ഈ കിതാബ്, ഇത് ഫിഖ്ഹിന്റെ ഒരു മത്നാണെങ്കിലും ഇതിൽ ധാരാളം ഹദീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിതാബ് വളരെ മഹത്വമുള്ള ഫضലുള്ള ഒരു കിതാബാണ്. സാധാരണ ഫിഖ്ഹിന്റെ മത്നുകൾ നോക്കിയാൽ നമുക്ക് കാണാം അതിൽ ആയത്തുകളും ഹദീസുകളും അപൂർവമായിരിക്കും. പക്ഷേ ഇദ്ദേഹം വളരെ തർത്തീബുള്ള ഫിഖ് നമുക്ക് പഠിക്കാൻ വളരെ സൗകര്യപ്രദമായ രീതിയിൽ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ധാരാളം തെളിവുകളും ഈ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. 230 ഹദീസുകൾ ഷെയ്ഖ് ഈ ചെറിയ കിതാബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് അദ്ദേഹം പറയാണ്, മൻ നസിയ വഹുവ സായിമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹ ഹദീസാണ്, ആരെങ്കിലും നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് ഫഅകല ഔ ശരിബ, തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ ഫലിയുത്തിമ്മ സൗമഹു, അവൻ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഫഇന്നമ അത്അമഹുല്ലാഹു വസഖാ, അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും അള്ളാഹു ആകുന്നു. ഒരാൾ നോമ്പുകാരനാണ് എന്ന കാര്യം മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. എന്തിനാണ് ഷെയ്ഖ് ഈ ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുന്നത്? നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്താൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്താൽ, അതേതുമാവട്ടെ, ഭക്ഷണം കഴിക്കലാവട്ടെ, അതല്ലാത്ത ശരീരത്തിൽ നിന്ന് ഈ പറഞ്ഞ രൂപത്തിലുള്ള മനീയ് വരുന്ന ഒരു കാര്യമാകട്ടെ, അല്ലെങ്കിൽ ജിമാ ആകട്ടെ, ലൈംഗിക ബന്ധമാകട്ടെ, അല്ലെങ്കിൽ വായിൽ വരലിട്ട് ഛർദ്ദിച്ചതാവട്ടെ, ഇങ്ങനെ നോമ്പ് മുറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം അതൊരാൾ ചെയ്തു എന്ന് കരുതുക. അത് കാരണം നോമ്പ് മുറിയണമെങ്കിൽ അയാൾക്ക് ഓർമ്മയുണ്ടാകണം. അതുപോലെ ഇത് നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്ന അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അയാൾ നിർബന്ധിതനാകരുത്. ഈ 3 ഷർത്തോടു കൂടി മാത്രമേ നോമ്പ് മുറിയുള്ളൂ. ഒരാൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്താലും നോമ്പ് മുറിയണമെങ്കിൽ 3 ഷർത്തുണ്ട്. ഒന്ന്, ഞാൻ ചെയ്ത കാര്യം നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്നറിയണം. രണ്ടാമത്തേത്, ആരും ഇയാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാവരുത്, നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ നോമ്പ് മുറിയുകയില്ല. മൂന്നാമത്തേത്, ഓർമ്മയുണ്ടാകണം, മറന്നുകൊണ്ട് ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. ഈ ഒരു മസാല പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് ഇവിടെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു മസാല, മറവിയുമായി ബന്ധപ്പെട്ട ഒരു മസാല സാധാരണ സംഭവിക്കുന്നതാണ്. ഒരാൾ രാവിലെ എഴുന്നേറ്റു, അയാൾക്ക് ഫജ്ർ ആയോ എന്നുറപ്പില്ല, ശക്കുള്ള അവസ്ഥയിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അയാൾ നോമ്പ് മുറിയുമോ ഇല്ലേ? ഇവിടെ മറവിയല്ല, പക്ഷെ മറവിയുമായി ചെറിയ സാദൃശ്യമുള്ളൊരു കാര്യമാണ്. ശക്കോടുകൂടി ഒരാൾ ഭക്ഷണം കഴിച്ചു, അങ്ങനെ കഴിച്ചാൽ അയാളുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? പണ്ഡിതന്മാർ 2 അഭിപ്രായക്കാരാണ്. എന്നാൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ശരി. കാരണം എന്താണ്? രാത്രിയാണ് എന്നുള്ളതാണ് യഖീനായ കാര്യം. പിന്നെ ഒരു സംശയം, ഫജ്ർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമുക്കറിയാം, അറിയപ്പെട്ട ഖാഇദയാണെന്ത്, ഒരു യഖീൻ ഒരു ശക്ക് കൊണ്ട് മാറുകയില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പുള്ള കാര്യം, അതൊരു സംശയം എന്നതിൻ്റെ പേരിൽ അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല, ആ വിവരം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ രാത്രിയാണ്, നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് യഖീൻ.
പിന്നെ ഫജ്റായി എന്നുള്ള യഖീൻ കിട്ടുന്നത് വരെ, ഉറപ്പാകുന്നത് വരെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഷാഫി മദ്ഹബിലും അതുപോലെ ഹംബലി മദ്ഹബിലും ഈ അഭിപ്രായമാണുള്ളത്. അവരതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറും തെളിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, അറഅയ്ത ഇദാ ശക്കക്തു ഫിൽ ഫജ്രി വഅന ഉരീദു സിയാം, ഫജ്ർ ആയോ എന്ന് സംശയമുള്ള സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഖാല, അവിടുന്ന് പറഞ്ഞു, കുൽ മാ ശക്കക്ത ഹത്താ ലാ തശുക്, സംശയം മാറുന്നത് വരെ നിനക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേത്, ഒരാൾ സംശയമുള്ള അവസ്ഥയിലാണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് മഗ്രിബ് ആയോ ഇല്ലേ എന്നാണ് സംശയം. അങ്ങനെ സംശയത്തോടു കൂടി അയാൾ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക, അയാളുടെ നോമ്പ് ശരിയാകുമോ? രാവിലെ നമ്മൾ പറഞ്ഞു സംശയം ഉണ്ട്, ഫജ്റായോ ഇല്ലേ എന്ന് സംശയമുണ്ട്. അങ്ങനെ അയാൾ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് ശരിയാകുമെന്നാണ് പറഞ്ഞത്, കാരണം രാത്രിയാണ് എന്നുള്ളതാണ് യഖീൻ. എന്നാൽ വൈകുന്നേരം ഒരാൾ സംശയത്തോടു കൂടി ഭക്ഷണം കഴിച്ചാലോ അയാളുടെ നോമ്പ് ശരിയാവുകയില്ല. എന്താ വ്യത്യാസം? കാരണം ഇവിടെ അസ്ല് പകലാണ് എന്നുള്ളതാണ്, നോമ്പ് തുറക്കാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പുള്ളത്. മഗ്രിബായി എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ നോമ്പ് മുറിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ അയാളുടെ നോമ്പ് അവിടെ ഫസാദാകും, നോമ്പ് മുറിയും. എന്നാലോ ഒരാൾ അങ്ങനെ സംശയത്തോടു കൂടി നോമ്പ് മുറിച്ചു, വൈകുന്നേരം മഗ്രിബായോ ഇല്ലേ എന്ന് സംശയമുള്ള അവസ്ഥയിൽ നോമ്പ് മുറിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലായി ഞാൻ നോമ്പ് മുറിച്ച സമയത്ത് മഗ്രിബായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ നോമ്പ് ശരിയാകും. കാരണം അയാൾ നോമ്പ് മുറിയുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. പകല് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നോമ്പ് മുറിയാനുള്ള കാരണം. അങ്ങനെ ഒരു കാരണം അയാൾ ചെയ്തിട്ടില്ല. ഇനി അടുത്ത മസ്അല, ഗലബത്തു ദന്ന്. എന്താണ് ഗലബത്തു ദന്ന് എന്ന് പറഞ്ഞാൽ? നമുക്ക് മലയാളത്തിൽ സംശയം എന്നുള്ള ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷെ അറബിയിൽ ശർഈ ആയിട്ട് സംസാരിക്കുമ്പോൾ, ഫിഖ്ഹിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഷക്ക് വേറെ, ദന്ന് വേറെ. എന്താണ് ഷക്കും ദന്നും തമ്മിലുള്ള വ്യത്യാസം? ഷക്ക് എന്ന് പറഞ്ഞാൽ 50-50 ചാൻസ് ആണ്. നേരം വെളുക്കാനും നേരം വെളുത്തിട്ടില്ലാതിരിക്കാനും ഒരേ സാധ്യതയാണുള്ളത്. എന്നാൽ കൂടുതൽ സാധ്യതയുള്ളതിനാണ് ദന്ന് എന്ന് പറയാം. അങ്ങനെയുള്ള സാഹചര്യത്തിലോ ഒരാൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, അപ്പോൾ നേരം വെളുത്തു എന്നാണ് അയാൾക്ക് കൂടുതലും തോന്നുന്നത്, നേരം വെളുക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ നേരെ തിരിച്ചുണ്ടാകും, ഫജ്ർ ആയിട്ടില്ല, ഇപ്പം രാത്രിയാണ് എന്നായിരിക്കും കൂടുതലും അയാളുടെ വിശ്വാസം. അതുപോലെ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇത്തരം സാഹചര്യത്തിൽ നോമ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആദ്യത്തെ അവസ്ഥ നോക്കാം. ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫജ്ർ ആയിട്ടില്ല എന്നാണ് ബലമായ വിശ്വാസം, രാത്രി തന്നെയാണ് എന്നാണ് അയാളുടെ ഗലബത്തു ദന്ന്. എന്നിട്ട് അയാൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അയാളുടെ നോമ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോമ്പ് മുറിയുമോ? രണ്ട് അഭിപ്രായമുണ്ട്. നോമ്പ് മുറിയുമെന്നാണ് 4 മദ്ഹബിലെയും അഭിപ്രായം. അതുപോലെ തന്നെ മഗ്രിബിന്റെ സമയത്ത് ഒരാൾക്ക് ഗലബത്തു ദന്ന്, അയാൾക്ക് അധികവും തോന്നുന്നത് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് അയാൾ നോമ്പ് മുറിച്ചു, യഖീനായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാളുടെ നോമ്പിൻ്റെ അവസ്ഥ എന്താണ്? അതായത് പിന്നീട് മനസ്സിലായി നോമ്പ് മുറിക്കാനായിട്ടില്ലായിരുന്നു, യാഥാർത്ഥ്യത്തിനെതിരായി അയാളുടെ ഊഹം സംഭവിച്ചു. അല്ല, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രാത്രി തന്നെയാണ് എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിച്ചു, പിന്നെ മനസ്സിലായി ഞാൻ കഴിച്ചത് ഫജ്റിന്റെ സമയമായിട്ടാണ്. അതുപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിച്ചു, പക്ഷെ പിന്നീട് മനസ്സിലായി സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ല, നോമ്പിന്റെ സമയം തന്നെയായിരുന്നു. പക്ഷെ അയാൾ ഊഹം വെച്ചിട്ട് ആണ് ചെയ്തത്. ഊഹം എന്ന് പറഞ്ഞാൽ ഷക്കിനേക്കാളും വലുതാണ്, അഥവാ ഏകദേശം ഒരു ഉറപ്പുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഈ രണ്ട് സാഹചര്യത്തിലും നോമ്പ് മുറിയുമെന്നാണ് 4 മദ്ഹബിന്റെയും അഭിപ്രായം. ചില പണ്ഡിതന്മാർ ഈ കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഇജ്മാ ശരിയല്ല. മുൻഗാമികളിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞവരുണ്ട്, നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതിന് ഹദീസിൽ തെളിവുണ്ട്. നമുക്കറിയാം അദീ ഇബ്നു ഹാത്തിമിന്റെ സംഭവം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ നോമ്പിന്റെ ആയത്തുകൾ ഇറങ്ങിയ സമയത്ത് ആ ആയത്തിൽ എന്താണ് പറയുന്നത്? നോമ്പിന്റെ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹത്താ യതബയ്യന ലക്കും അൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ. എന്താണ് പറഞ്ഞത്? ഫജ്ർ ആയത് കാരണം കറുത്ത നൂലും വെളുത്ത നൂലും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന അവസ്ഥ, അത്രയും സമയം നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക രാത്രി എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഈ വാക്കുകൾ ബാഹ്യാർത്ഥത്തിൽ എടുത്തിട്ട് തലയണക്കടിയിൽ ഒരു കറുത്ത നൂലും ഒരു വെളുത്ത നൂലും കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇത് രണ്ടും വേർതിരിച്ച് ഏതാണ് കറുത്തത് ഏതാണ് വെളുത്തത് എന്ന് മനസ്സിലാകുന്ന സമയം വരെ ഭക്ഷണം കഴിക്കും. അങ്ങനെ കഴിച്ചാൽ ഫജ്ർ കഴിഞ്ഞിട്ടും അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. കാരണം ഫജ്ർ കഴിഞ്ഞ് ശുറൂഖൊക്കെ ആകുമ്പോഴാണ് ശരിക്ക് നമുക്ക് കറുപ്പും വെളുപ്പും വേർതിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ ഇദ്ദേഹം ചെയ്തിട്ട് ഈ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, അങ്ങനെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഇന്നമാ ഹുവ സവാദുൽ ലൈലി വ ബയാദുൻ നഹാർ, കറുത്ത നൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് രാത്രി എന്നും വെളുത്ത നൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പകലെന്നുമാണ്. അഥവാ നൂലിന്റെ ആ ഹഖീഖത്ത്, അതിന്റെ ലാഹിറായ അർത്ഥമല്ല ഉദ്ദേശിച്ചത്,
കറുത്ത നൂലും വെളുത്ത നൂലും വേർതിരിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് രാത്രി മാറിയിട്ട് പകലാവുക എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ ഇദ്ദേഹത്തോട് നോമ്പ് നോറ്റ് വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബലമായ വിശ്വാസം അത് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്നർത്ഥം. അപ്പോൾ ഇത് രാവിലത്തെ ഉദാഹരണമാണ്. ഇനി വൈകുന്നേരം ഇതുപോലെ ബലമായ വിശ്വാസം മഗ്രിബായിട്ടുണ്ട് എന്നാണ്, എന്നിട്ട് നോമ്പ് മുറിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു, അഥവാ നോമ്പ് മുറിക്കേണ്ട സമയത്തിന് മുമ്പാണ് മുറിച്ചത്, മഗ്രിബിന് മുമ്പാണ് മുറിച്ചത് എന്ന് മനസ്സിലായാലോ അതിനും ഒരു മാതൃകയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നതായി സ്ഥിരപ്പെട്ടുള്ള ഒരു അസർ കാണാം, ഒരു ഹദീസ് കാണാം. അഫ്തർന അല അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഗൈം, കാർമേഘമുള്ള ഒരു ദിവസം ഞങ്ങൾ നോമ്പ് മുറിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. സുമ്മ തഅഅത്തി ശംസ്, പിന്നീട് സൂര്യൻ ഉദിച്ചു. മേഘം കാരണം സൂര്യനെ കാണാതായതാണ്, അങ്ങനെ അവർ നോമ്പ് മുറിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ചു, അതുകൊണ്ട് സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹിഷാം ഇബ്നു ഉർവ റഹിമഹുല്ലാ, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അദ്ദേഹത്തിന്റെ അടുത്ത റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഉമിറു ബിൽ ഖളാ, അവരോട് നോമ്പ് നോറ്റുവീട്ടാൻ കൽപ്പിക്കുകയുണ്ടായോ? അപ്പൊ ഹിഷാം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി അഖളൗ അം ലാ, അവർ നോമ്പ് മുറിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പൊ നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നോമ്പ് ഖളാ വീട്ടിയോ എന്ന് എനിക്കറിയില്ല. അവർ ഖളാ വീട്ടിയോ, ഇങ്ങനെ സമയം തെറ്റി നോമ്പ് മുറിച്ചതിന്റെ പേരിൽ അവരത് നോറ്റ് വീട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, നോമ്പ് നോറ്റ് വീട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം അതറിയുമായിരുന്നു. അതുപോലെ തന്നെ ഇമാം മാലിക് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ ചെയ്തു. ഒരു ദിവസം സൂര്യനെ കാണാതായി, മേഘം കാരണം നോമ്പ് മുറിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ തഅഅത്തി ശംസ്, ഇതാ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, അഥവാ മേഘം മാറി സൂര്യൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖത്ബു യസീർ, അത് കാര്യമാക്കേണ്ടതില്ല. വഖദ് ഇജ്തഹദ്ന, നമ്മുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിയുന്ന പോലെ പരിശ്രമിച്ചിട്ട് സമയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടാണ് നോമ്പ് മുറിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണോ നമ്മുടെ ബലമായ വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞാലും നോമ്പ് ഫസാദാവുകയില്ല. അത് ഊഹം പോലെയല്ല, അഥവാ കേവലമായ ഊഹം, രണ്ടും പകുതി പകുതി സാധ്യതയുള്ള അവസ്ഥയിൽ ഒരു സംശയത്തിന്റെ പേരിൽ ഭക്ഷണം കഴിച്ചതുപോലെ ആയിരിക്കുകയില്ല ഈ അവസ്ഥയിൽ. അങ്ങനെ സംശയത്തിന്റെ പേരിൽ കഴിച്ചാൽ നമ്മൾ പറഞ്ഞു രാവിലെ ആണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. വൈകുന്നേരം നോമ്പ് മുറിയുന്ന സമയം ആയോ ഇല്ലേ എന്ന് ചെറിയ സംശയത്തിന്റെ പേരിൽ മുറിഞ്ഞു എന്ന് വിശ്വസിച്ച് കഴിച്ചാൽ, നോമ്പ് മുറിയുന്ന സമയമായി എന്ന് ചെറിയ ഒരു തോന്നലിന്റെ പേരിൽ കഴിച്ചാൽ അവിടെ നോമ്പ് മുറിയും എന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്ത മസാല, ഫജ്റിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കാമോ? ഈ വിഷയത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അങ്ങനെ കഴിക്കാൻ പാടില്ല. മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ട് തുടങ്ങിയാൽ അതോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് തെളിവ്. ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈൽ, ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രിയിൽ തന്നെ ഫജ്ർ ബാങ്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഫജ്റിന്റെ ബാങ്ക് യഥാർത്ഥ ഫജ്ർ ആവുന്നതിന് കുറച്ച് മുമ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഖിയാമുൽ ലൈലിന് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടി അങ്ങനെ ഫജ്റിന് 2 ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു. ഇന്നും ചില നാടുകളിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ബിലാലിന്റെ രീതി. ഫക്കുലു വഷ്റബു, അതുകൊണ്ട് ബിലാലിന്റെ ബാങ്ക് കേട്ടാലും നിങ്ങൾക്ക് തിന്നാൻ കുടിക്കാം. ഹത്താ യുനാദിയ ഇബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫജ്റിന്റെ സമയമായി കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ നിങ്ങൾക്ക് കഴിക്കാം. ഹത്താ യുനാദിയ എന്നാണ് പറഞ്ഞത്, അദ്ദേഹം വിളിക്കുന്നത് വരെ. അപ്പോൾ ഇബ്നു ഉമ്മി മക്തൂമിന്റെ ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. അതുകൊണ്ട് അതാൻ കൃത്യസമയത്ത് ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനാണെങ്കിൽ ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഹദീസ് ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. ഇദാ സമിഅ അഹദുകുമുൻ നിദാ വൽ ഇനാഉ അലാ യദി, കയ്യിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ ഫലാ യദഅഹു ഹത്താ യഖ്ളിയ ഹാജതഹു മിൻഹു, തന്റെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ഇമാം അബൂ ഹാത്തിം അർ-റാസി അതുപോലെ ഇമാം ബൈഹഖി ഇങ്ങനെ പലരും ദഈഫാക്കിയത് കാണാം. ദഈഫാണ് ഈ ഹദീസ്. ഇനി നോമ്പുകാരന് മുസ്തഹബായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നോമ്പിന്റെ സമയത്ത് ചെയ്യൽ സുന്നത്തായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി മത്നിൽ പറയുന്നത്. വഖാല ലാ യസാലു الناس ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, ജനങ്ങൾ ഖൈറിലായിരിക്കും മാ അജ്ജലു അൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ തിരക്ക് കൂട്ടുന്നിടത്തോളം കാലം. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അപ്പോൾ ഷെയ്ഖ് ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം എന്താണ്?
നോമ്പിന് മുസ്തഹബായിട്ടുള്ളൊരു കാര്യമാണ് തഅജീലുൽ ഫിത്ർ, നോമ്പ് തുറ നേരത്തെ ആക്കുക. ചില ആൾക്കാർ കാത്തിരിക്കും, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും 5 മിനിറ്റ് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് ശരിയല്ല. നേരെ മറിച്ച് സമയമായാൽ ഉടൻ നോമ്പ് തുറക്കലാണ് സുന്നത്ത്. സമയമാകുന്നതിന് മുമ്പ് തുറക്കാൻ പാടില്ല. അതുപോലെ തന്നെ സമയമായി കഴിഞ്ഞാൽ ഉടനെ തുറക്കുന്നത് മുസ്തഹബാണ്. അടുത്ത സുന്നത്ത് വഖാല, ഷെയ്ഖ് പറയുന്നു, വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിന്റെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. മുത്തഫഖുൻ അലൈഹി ഹദീസ്. അപ്പോൾ അത്താഴം കഴിക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് ധരിച്ചിരിക്കുന്നത്. അത്താഴത്തിന്റെ സമയം എപ്പോഴാണ്? പണ്ഡിതന്മാർ പറയുന്നത് സഹൂർ എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന്റെ സമയം മാ യുക്കലു ഫിസ്സുദുസിൽ അഖീർ, രാത്രിയുടെ അവസാനത്തെ 1/6 സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് സഹൂർ എന്ന് പറയാം. അപ്പോൾ ആ സമയത്താണ് ഇത് കഴിക്കേണ്ടത്. ഒരാൾ അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് രാത്രി 12 മണിക്കോ 1 മണിക്കോ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിച്ചാൽ അത് സഹൂർ ആവുകയില്ല, ഇതിന്റെ സുന്നത്ത് കിട്ടുകയില്ല. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കാണാം. രാത്രി കുറേ നേരം വൈകി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാം, അത്താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അത് അത്താഴമായി ശർഈയായ ഈ പ്രതിഫലമുള്ള ഭക്ഷണമായി പരിഗണിക്കപ്പെടുകയില്ല. അതുപോലെ ഫജ്ർ ബാങ്കിന്റെ വളരെ അടുത്ത് ഒരു 20 മിനിറ്റൊക്കെ ബാങ്ക് കൊടുക്കാൻ ബാക്കിയുള്ള സമയത്താണ് അത്താഴത്തിന്റെ അവസാനത്തെ സമയം. അപ്പോൾ ഫജ്റിന്റെ ഒരു 1-2 മണിക്കൂർ മുമ്പ് മുതൽ ബാങ്ക് കൊടുക്കാൻ ഒരു 15-20 മിനിറ്റ് ബാക്കിയുള്ളത് വരെ, അതാണ് ഏറ്റവും ഉത്തമമായ സമയം. ഫജ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഭക്ഷണം കഴിക്കൽ ജായിസാണ്. സഹാബത്ത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം അവസാനിപ്പിക്കാറുള്ളത് ഫജ്ർ ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് 20 മിനിറ്റ് മുമ്പാണ്. ഒരു അസർ, ഒരു ഹദീസ് നിങ്ങളെല്ലാം കേട്ടിരിക്കും. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. തസഹർന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. തുമ്മ ഖുംന ഇലസ്സലാ, എന്നിട്ട് ഞങ്ങൾ നമസ്കരിക്കാൻ പുറപ്പെട്ടു, ഫജ്ർ നമസ്കരിക്കാൻ പോയി. ഖുൽതു, അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, സഹാബിയോട് ചോദിച്ചു, കം കാന ബൈനഹുമ, ഈ അത്താഴവും ബാങ്കും തമ്മിൽ എത്ര സമയമുണ്ടായിരുന്നു? ഖാല ഖദ്റു 50 ആയ, 50 ആയത്ത് ഓതുന്ന സമയം. 50 ആയത്ത് ഓതുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിരിക്കും. വഖാല, ഷെയ്ഖ് തുടർന്ന് പറയുകയാണ്, ഇദാ അഫ്തറ അഹദുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്, നിങ്ങൾ ആരെങ്കിലും നോമ്പ് മുറിക്കുകയാണെങ്കിൽ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഫല്യുഫ്തിർ അല തമർ, തമർ കൊണ്ട് നോമ്പ് മുറിക്കട്ടെ. ഫഇൻ ലം യജിദ് ഫല്യുഫ്തിർ അല മാ, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കുടിച്ച് നോമ്പ് മുറിക്കട്ടെ. ഫഇന്നഹു തഹൂർ, വെള്ളം ശുദ്ധമായ വസ്തുവാകുന്നു. ഇമാം അബൂദാവൂദ്, തിർമിദി ഇതുപോലെയുള്ള സുനനുകളുടെ ഇമാമിങ്ങൾ, സുനനുകളുടെ മുഅല്ലിഫീങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ വിഷയം അഥവാ നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നോമ്പ് മുറിക്കേണ്ടത്, എന്താണ് സുന്നത്തായിട്ടുള്ള ഭക്ഷണം, ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ കാണാം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ പറഞ്ഞ ഹദീസിൽ പറയുന്നത് പോലെ തമ്ർ കൊണ്ട് നോമ്പ് മുറിക്കുന്നത് സുന്നത്താണ് എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഹംബലി മദ്ഹബിലെ അഭിപ്രായം റുത്തബ് കൊണ്ട് നോമ്പ് മുറിക്കുന്നതാണ് അവർക്ക് സുന്നത്ത്. റുത്തബ് കിട്ടിയിട്ടില്ലെങ്കിൽ തമ്ർ എന്നതാണ് ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം. അതിനവർ തെളിവ് പിടിച്ച ഹദീസ് ദഈഫായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ റുത്തബിന് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല, ഏത് തമ്ർ കൊണ്ടും നോമ്പ് മുറിക്കാം ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. തുടർന്ന് ഷെയ്ഖ് പറയുന്നു, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ, ആരാണോ അനാവശ്യമായ സംസാരവും പ്രവൃത്തികളും ഉപദ്രവവും ഒന്നും ഒഴിവാക്കാത്തത്, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വാക്കുകൊണ്ട് ആക്ഷേപിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാണോ ഒഴിവാക്കാത്തത്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു, അവൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കൽ അള്ളാഹുവിന് ആവശ്യമില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ കളവ്, ഗീബത്ത്, നമീമത്ത്, തെറി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ട എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഈ ഹദീസ് ധരിക്കാനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ പാപങ്ങൾ, നാവ് കൊണ്ട് ചെയ്യുന്ന ഈ തിന്മകൾ, അതെല്ലാം ഹറാമാണ്, റമദാനിലും അല്ലാത്ത സമയത്തും. പക്ഷെ റമദാനിൽ നോമ്പ് നോൽക്കുന്ന സമയത്ത് അതിൻ്റെ ഹുർമത്ത്, അതിൻ്റെ കുറ്റം വർദ്ധിക്കും. നോമ്പ് നോറ്റുകൊണ്ട് ഇത് ചെയ്യുക എന്നുള്ളത് അത് നോമ്പിന്റെ പ്രതിഫലം കുറക്കുകയും ചെയ്യുന്ന കാര്യമാണ്. വഖാല, തുടർന്ന് അദ്ദേഹം പറയുന്നു, മൻ മാത വഅലൈഹി സിയാം സ്വാമ അൻഹു വലിയുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ആരാണോ നോമ്പ് ബാധ്യത ഉണ്ടായിരിക്കെ മരിച്ചു പോകുന്നത്, നോറ്റ് വീട്ടാൻ നോമ്പുണ്ട്, ആരൊക്കെയാണ് നോമ്പ് നോറ്റ് വീട്ടേണ്ടതെന്ന് നമ്മൾ വിശദീകരിച്ചു. അങ്ങനെ രോഗിയായതുകൊണ്ടോ യാത്രക്കാരനായതുകൊണ്ടോ മറ്റോ ഒരാൾ നോമ്പ് മുറിച്ചിട്ട് അത് നോറ്റ് വീട്ടാതെ മരിച്ചു പോയാൽ സ്വാമ അൻഹു വലിയുഹു, അവൻ്റെ വലിയ ആ നോമ്പ് നോറ്റ് വീട്ടിക്കൊള്ളട്ടെ. ഈ ഹദീസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമല്ല.
നോമ്പ് ബാധ്യതയായിട്ട് മരിച്ചവൻ നോറ്റ് വീട്ടിക്കൊള്ളട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആരെക്കുറിച്ചാണ് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട ആളുടെ മേലുള്ള നോമ്പ് നോറ്റ് വീട്ടുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പല അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ഒരാൾ റമദാൻ മാസം കഴിഞ്ഞ് മരിച്ചുപോയി. റമദാൻ കഴിഞ്ഞ് നോമ്പ് നോറ്റ് വീട്ടേണ്ട ആളാണ്, യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ മറ്റോ. എന്നിട്ട് നോമ്പ് നോറ്റ് വീട്ടാനുള്ള സമയം കിട്ടാതെ മരിച്ചുപോയി. ഷവ്വാൽ 1 അല്ലെങ്കിൽ ഷവ്വാൽ 2, ഇങ്ങനെ തനിക്ക് എത്ര നോമ്പ് നോറ്റ് വീട്ടാനുണ്ടോ അതിനുള്ള സമയം കിട്ടാതെ മരിച്ചുപോയി. അല്ലെങ്കിൽ അത്രയും ദിവസം രോഗിയായിരുന്നു, റമദാൻ കഴിഞ്ഞിട്ട് രോഗം മാറിയിട്ടില്ല, ദുൽഹിജ്ജ വരെ രോഗിയായി തുടർന്നു, എന്നിട്ട് ദുൽഹിജ്ജയിൽ മരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾ, അയാൾ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം എന്താണ്? അറിയപ്പെട്ട ഖാഇദയുണ്ട് നമ്മുടെ മുന്നിൽ, ലാ വാജിബ മഅൽ അജ്സ്. കഴിവില്ലാത്തവന് ഒരു ബാധ്യതകളുമില്ല. ഇസ്ലാമിൽ വാജിബായ ഏതൊരു കാര്യവും ചെയ്യാൻ ഉള്ള നിബന്ധനയാണ്, അത് ചെയ്യാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ കഴിവില്ലാത്തയാളാണ്, അതുകൊണ്ട് അവന് ഒന്നും ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ അവസ്ഥ, ഒരാൾ നീട്ടിവെച്ചു. അങ്ങനെ നീട്ടിവെച്ചിട്ട് 1-2 മാസം നോമ്പ് നോറ്റ് വീട്ടാൻ കഴിഞ്ഞിട്ടും നോറ്റ് വീട്ടാതെ അങ്ങനെ ജീവിച്ചു, അതിനുശേഷം മരണപ്പെട്ടു. അങ്ങനെയുള്ള ഒരാളാണെങ്കിലോ അവൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ കുറ്റക്കാരനല്ല. ഒന്നാമത്തെ കാര്യം, അവൻ കുറ്റക്കാരനല്ല. കാരണം എന്താണ്? നോമ്പ് നോറ്റ് വീട്ടുക എന്നുള്ളത് വാജിബുൻ മുവസ്സഅൻ, സമയം നൽകപ്പെട്ടിട്ടുള്ള ഒരു ബാധ്യതയാണ്. നമുക്ക് അടുത്ത റമദാൻ വരെ സമയമുണ്ട്. അപ്പം അടുത്ത റമദാൻ വരെ ഇവൻ കുറ്റക്കാരനാകുന്നില്ല. നോറ്റ് വീട്ടാതെ അടുത്ത റമദാൻ പ്രവേശിച്ചാൽ മാത്രമാണ് കുറ്റക്കാരനാവുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചാൽ അത് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, സഹാബത്തിന്റെ ചില ഫത്വകൾ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ ഇബ്നു ഉമറും ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹുമ അവരൊക്കെ പറഞ്ഞത്, റാജിഹായിട്ടുള്ളത് അവന് വേണ്ടി ഭക്ഷണം കൊടുക്കുക, ഒരു ദിവസം ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അത് അവൻ്റെ ഔലിയാക്കൾ, അവൻ്റെ രക്തബന്ധുക്കൾക്ക് മുസ്തഹബാണ്. ഇത് സഹാബത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഈ ഹദീസിന്റെ താല്പര്യം എന്താണ്? നേർക്ക് നേരെയുള്ള ഈ ഹദീസിന്റെ താല്പര്യം അത് നേർച്ചയെക്കുറിച്ചാണ്. നേർച്ചയായിട്ടുള്ള നോമ്പുണ്ടെങ്കിൽ അത് അനന്തരാവകാശികൾ നോറ്റ് വീട്ടേണ്ടതുണ്ട്. അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറാണ്. അവരുടെ തന്നെ ഒരു അസർ കാണാം. അവരോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, തൂഫിയത് ഉമ്മി വഅലൈഹ മിൻ റമദാന സൗം. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാനുണ്ടായിരിക്കെ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇഖ്ദീഹ അൻഹ, അത് നിങ്ങൾ നോറ്റ് വീട്ടിക്കൊള്ളുക എന്നാദ്യം പറഞ്ഞു. പിന്നീട് അവർ തന്നെ തിരുത്തി, ബൽ തസദ്ദഖി മകാന കുല്ലി യൗമിൻ അലാ മിസ്കീൻ നിസ്ഫ സാ, വേണ്ട, നേരെ മറിച്ച് ഒരു മിസ്കീൻ ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ നേർച്ചയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇദാ മരിദ റജുലു ഫി റമദാൻ സുമ്മ മാത വലം യസും, ഒരാൾ ഇങ്ങനെ മരിച്ചുപോയി റമദാനിലെ നോമ്പ് രോഗം കാരണം ഉപേക്ഷിച്ച അവസ്ഥയിൽ, ഉത്ഇമ അൻഹു, അവനു വേണ്ടി ഭക്ഷണം കൊടുത്താൽ മതി, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. വലം യകുൻ അലൈഹി ഖളാ, നോറ്റ് വീട്ടേണ്ടതില്ല. വ ഇൻ നദറ ഖളാ അൻഹു വലിയുഹു, അവൻ നേർച്ചയാക്കിയവനാണെങ്കിൽ അവൻ്റെ വലിയ അനന്തരാവകാശികൾ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്തതായി ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത് സുന്നത്തായ നോമ്പിനെ കുറിച്ചാണ്. വസുഇല അൻ സൗമി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. ഖാല യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, ദുൽഹിജ്ജ 9-ാം തീയതി അറഫ ദിവസം നോൽക്കുന്ന നോമ്പ്, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷവും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷവും ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കാൻ ഇത് കാരണമാകും. അപ്പോൾ ഒന്നാമത്തെ നോമ്പ്, സുന്നത്തായ നോമ്പുകൾ ഒന്നാമത്തേത് അറഫ നോമ്പ്. വസുഇല അൻ സൗമി ആശൂറ, ആശൂറ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അത് പൊറുക്കാൻ കാരണമാകും. അപ്പോൾ രണ്ടാമത്തേത് ആശൂറ നോമ്പ്. വസുഇല അൻ സൗമി യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല ദാക യൗമുൻ ഉലിദ്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണത്. വബുഇസ്തു ഫീഹി, എനിക്ക് നുബുവത്ത് നൽകപ്പെട്ട മാസമാണ്. ഔ ഉൻസില അലയ്യ ഫീഹി, അല്ലെങ്കിൽ എനിക്ക് വഹി കിട്ടിയതെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ മൂന്നാമത്തേത് തിങ്കളാഴ്ച നോമ്പ്. അതുപോലെ വ്യാഴാഴ്ച നോമ്പും ഹദീസിൽ സ്ഥിരപ്പെട്ടത് കാണാം. അപ്പോൾ തിങ്കളും വ്യാഴവും ഒന്നായി കൂട്ടാം, മൂന്നാമത്തേത്. നാലാമത്തേത് മൻ സാമ റമദാന ثم أتبعه 6 من شوال كان كصيام الدهر റവാഹു മുസ്ലിം. ആരാണോ റമദാനിൽ നോമ്പ് നോറ്റത് അത് കഴിഞ്ഞ് ഷവ്വാലിൽ 6 ദിവസം കൂടി നോമ്പ് നോറ്റത് കാന കസിയാമി ദഹർ, അവൻ വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ്. ഒരു ഹദീസിൽ ഇത് വിശദീകരിച്ചത് കാണാം. കാരണം ഒരു പുണ്യത്തിന്
10 പുണ്യങ്ങളുടെ പ്രതിഫലമാണ് അള്ളാഹു നൽകുക. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു പുണ്യം 10 ഇരട്ടിയായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുക. അപ്പോൾ റമദാൻ 30, ഷവ്വാൽ 6, രണ്ടും കൂടി 36, 10 ഇരട്ടിയാക്കിയാൽ 360 വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം. അപ്പോൾ നാലാമത്തേത് അസിത്തു മിൻ ഷവ്വാൽ, ഷവ്വാലിൽ 6 നോമ്പ്. വഖാല അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസൂമ മിന ശഹരി 3 അയ്യാം, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു. 13 و14 و15, 13, 14, 15 അയ്യാമുൽ ബീദ്. അപ്പോൾ എല്ലാ മാസത്തിലും 3 ദിവസം, അത് അയ്യാമുൽ ബീദ് ആണെങ്കിലും വേറെ ദിവസങ്ങളാണെങ്കിലും, കാരണം മറ്റ് ഹദീസുകളിൽ ഏതെങ്കിലും 3 ദിവസം എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ 3 ദിവസം നോമ്പ് നോൽക്കുക, ഇതും സുന്നത്താണ്. അപ്പോൾ അഞ്ചാമത്തേതാണ് സലാസത്തു അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, മാസത്തിലെ ഈ 3 നോമ്പ് എന്ന് പറയുന്നത്. അതും ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടാനുള്ള കാരണമാണ്. കാരണം 3 10 ഇരട്ടിയാക്കിയാൽ 30, അപ്പോൾ 30 ദിവസവും നോമ്പ് നോറ്റ പ്രതിഫലം ഉണ്ടാകും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വസിയത്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഉപദേശിച്ചിട്ടുള്ളത് ഈ എല്ലാ മാസത്തെയും 3 ദിവസത്തെ നോമ്പിനെ കുറിച്ചാണ്. നിരവധി സഹാബത്തിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ്, അബൂ ഹുറൈറ, അബൂ ഖതാദ, അബൂ ദർദ, അബൂ ദർ, ഇതുപോലെ നിരവധി സഹാബത്തിൽ നിന്ന് 8-9 സഹാബത്തിൽ നിന്ന് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഇങ്ങനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ നോമ്പിൻ്റെ ഒരു പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചത് നസായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഒരു സഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ യുദ്ഹിബു വഹറ സദർ, നിങ്ങളുടെ മനസ്സിൻ്റെ കേടുകൾ, മനസ്സിനെ ബാധിക്കുന്ന അസൂയയും പകയും അത്യാഗ്രഹവും ഇങ്ങനെയുള്ള അസുഖങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങൾ പരിഹരിക്കുന്ന, അത് നീക്കിക്കളയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? സൗമു 3 അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് എന്നവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ നോമ്പാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് പറയാത്ത ഇത്രയും കാര്യങ്ങളാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്, 5 സുന്നത്ത് നോമ്പുകൾ. എന്നാൽ വേറെ 3 കാര്യങ്ങൾ കൂടി, 3 ദിവസങ്ങൾ കൂടി ഹദീസുകൾ സ്ഥിരപ്പെട്ടത് കാണാം. ഒന്ന് സിയാമു ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ്, ഒരു ദിവസം നോമ്പ് നോൽക്കുക, ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കുക, അങ്ങനെ ഒന്നര ദിവസങ്ങൾ നോമ്പ് നോൽക്കുക. 7-ാമത്തേത് ഷഅബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക, ഷഅബാൻ മാസത്തിൽ കഴിയുന്നത്ര നോമ്പ് നോൽക്കുക. അതുപോലെ മുഹറം മാസം, അത് നോമ്പിന് പ്രത്യേകം പുണ്യമുള്ള മുഹറം മാസം മുഴുവനും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ദിവസങ്ങൾ, പരമാവധി ദിവസങ്ങൾ നോമ്പ് നോൽക്കാം. അപ്പോൾ ഈ 8 സുന്നത്ത് നോമ്പുകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. വനഹ അൻ സിയാമി യൗമൈനി, ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി മത്നിൽ പറയാണ്, വനഹ അൻ സിയാമി യൗമൈൻ, 2 ദിവസത്തെ നോമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. യൗമുൽ ഫിത്രി വ യൗമുൻ നഹർ, മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. 2 പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത് ഹറാമാണ്. വഖാല, അതുപോലെ തന്നെ അയ്യാമു തശ്രീഖ് അയ്യാം അക്ലിൻ വശുർബ് വദിക്രിൻ ലില്ലാഹി അസ്സ വജൽ, അയ്യാമു തശ്രീഖ് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. അപ്പോൾ അയ്യാമു തശ്രീഖിലും നോമ്പ് നോൽക്കാൻ പാടില്ല, അതും ഹറാമാണ്. അപ്പോൾ 2 പെരുന്നാൾ ദിവസങ്ങളും അയ്യാമു തശ്രീഖും നോമ്പ് നോൽക്കൽ ഹറാമാണ്. വഖാല, അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ആരും നോമ്പ് നോൽക്കരുത്. ഇല്ല അൻ യസൂമ യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, അതിൻ്റെ മുമ്പത്തെ ദിവസമോ അതിന് ശേഷമുള്ള ദിവസം, അഥവാ വ്യാഴവും വെള്ളിയും കൂടി നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ വെള്ളിയും ശനിയും നോമ്പ് നോൽക്കാം. ഇങ്ങനെ അല്ലാതെ വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇത് മക്രൂഹാണ്. വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കുന്നത് കറാഹത്താണ്. അപ്പോൾ നോമ്പ് വാജിബായതുണ്ട്, സുന്നത്തായതുണ്ട്, ഹറാമായതുണ്ട്, കറാഹത്തായതുണ്ട്. ഈ 4 തരത്തിലുള്ള നോമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വഖാല, അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി ഉദ്ധരിക്കുകയാണ് ഹദീസ്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരാണോ റമദാൻ ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് നോൽക്കുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. വമൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അതുപോലെ ലൈലത്തുൽ ഖദ്ർ ആരാണോ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നത്, അവൻ്റെയും മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഈ ഹദീസിൽ പറയുന്നത് 2 കാര്യങ്ങളോടുകൂടി നോമ്പ് നോറ്റാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഈമാൻ, ഇഹ്തിസാബ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹു തആല അവനാണ് ഈ നോമ്പ് പഠിപ്പിച്ചത്, നോമ്പ് കൽപ്പിച്ചത്, നോമ്പ് നോൽക്കാൻ നമ്മോട് പറഞ്ഞത് എന്നുള്ള വിശ്വാസം. ഇഹ്തിസാബ്, പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹം, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഇഖ്ലാസോടുകൂടി ചെയ്യുക. അതാണ് ഈ 2 ഷർത്തുകൾ.
അള്ളാഹുവിലും അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളിലുമുള്ള വിശ്വാസം. നോമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതൊരു ആദത്തായി നാട്ടു നടപ്പായി നമ്മൾ ചെയ്യുന്നതല്ല. രണ്ടാമത്തേത് ഇഹ്തിസാബ് വേണം, എനിക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള നിയത്ത്, അതാണ് ഇഖ്ലാസ്. ഈ രണ്ട് കാര്യങ്ങളുള്ള ആൾക്ക് പാപങ്ങൾ പൊറുക്കും. ഈ പാപങ്ങൾ ഏതാണ്? ചെറുപാപങ്ങളാണ്. വൻപാപങ്ങൾ തൗബ ചെയ്യാതെ പൊറുക്കുകയില്ല എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ വലിയ സിദ്ഖ്, ആ സൽക്കർമ്മത്തിൽ അങ്ങേയറ്റത്തെ സത്യസന്ധതയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുഖം കാണണം എന്നുള്ള അതിയായ ആഗ്രഹം അത് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വൻപാപങ്ങൾ പോലും പൊറുക്കാൻ സാധ്യതയുണ്ട്. അഥവാ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ഒരാൾ സ്വാഭാവികമായും തൗബ ചെയ്യും. കഴിഞ്ഞുപോയ തൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു കിട്ടണം എന്നുള്ള ആഗ്രഹം കൂടി അയാളുടെ മനസ്സിലുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ വൻപാപങ്ങളും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. തുടർന്ന് ശൈഖ് സാദി പറയുന്നത്, വകാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ, അവിടുന്ന് റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, വഫാത്താകുന്നത് വരെ എല്ലാ റമദാനിലും ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. വഅതകഫ അസ്വാജുഹു മിൻ ബഅദി, അവിടുത്തെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കാൻ കാരണം എന്താണ്? റമദാനിൽ സുന്നത്തായിട്ടുള്ള മറ്റൊരു കാര്യം പഠിപ്പിക്കാനാണ്. അതെന്താണ്? ഇഅ്തികാഫ്. അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിക്കാത്ത സുന്നത്താണ്. മാത്രമല്ല, ഒരു വർഷം ഒഴിവാക്കിയപ്പോൾ അതിന് പകരം ശവ്വാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നു. അത് ഖളാ ആക്കി, അത് ചെയ്ത് വീട്ടി. ഇഅ്തികാഫ് എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്, വളരെ പ്രയോജനമുള്ള കാര്യവുമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഇഅ്തികാഫിൻ്റെ ഫളലിനെ കുറിച്ച് പറഞ്ഞിട്ട്, അതുപോലെ മറ്റു പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളതാണ്. നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് തർബിയത്തിനുള്ള അവസരമാണ്, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഖൽബിനെ നന്നാക്കാനുമുള്ള അവസരമാണ്. ഖൽബിനെ നന്നാക്കാൻ വേണ്ടത് പ്രധാനമായും ഖൽബിനെ ഫസാദാക്കുന്ന കാര്യങ്ങളെ അത് ഒഴിവാക്കി ശുദ്ധീകരിക്കുകയാണ്. ഖൽബിനെ ഫസാദാക്കുന്ന ഏറ്റവും വലിയ കാര്യം അമിതമായ ഭക്ഷണവും അമിതമായ സംസാരവും അമിതമായ മുഖാലത്ത, ആളുകളുമായി അമിതമായി കൂടിക്കലരുക, അതുപോലെ അമിതമായി ഉറങ്ങുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരമാണ് റമദാൻ എന്ന് പറയുന്നത്. ഖിയാമുൽ ലൈൽ നമ്മൾ ഉറക്കം ഉപേക്ഷിക്കുന്നു, അതുപോലെ നോമ്പ് നോറ്റ് നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നു. അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള പല കാര്യങ്ങളും നോമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് ബാക്കിയുണ്ടാവുക മുഖാലത്താണ്, ആളുകളുമായി നമ്മൾ കൂടിക്കലരും, ആളുകളുമായി ഇടപഴകും, സംസാരിക്കും. അതിനൊക്കെയുള്ള പരിഹാരമാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിഹാരം ലഭിക്കണമെങ്കിൽ അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കേണ്ടി വരും, ആളുകളുമായി കൂടിക്കലരുന്നതും സംസാരവും ഒക്കെ കുറച്ചിട്ട്. ചിലപ്പോൾ നമ്മൾ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ സാധാരണ ദിവസം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് ഇഅ്തികാഫിൻ്റെ ലക്ഷ്യത്തിന് നേരെ വിരുദ്ധമാണ്. അപ്പോൾ ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ഇഅ്തികാഫ് ഇരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ ഈ ഫലം ഉണ്ടാകും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൈമയുണ്ടാക്കി, ഒരു ടെൻ്റ് ഉണ്ടാക്കി, അതിനകത്താണ് ഇരിക്കുക. പള്ളിക്കുള്ളിൽ പിന്നെ ഒരു ടെൻ്റ് എന്തിനാണ്? അത് ആളുകളുമായി കൂടിക്കലരുകയും സംസാരിക്കുകയും ചെയ്ത് ഈ പറഞ്ഞ ലക്ഷ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇഅ്തികാഫിന് എന്താണ് നിബന്ധനയായിട്ടുള്ളത്? ഇഅ്തികാഫ് ഇരിക്കേണ്ടത് ജമാഅത്ത് നടക്കുന്ന പള്ളിയിലാണ്, അല്ലാത്ത സ്ഥലങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ല. സ്ത്രീകൾ വീട്ടിൽ ഒരു മുസല്ല ഉണ്ടാക്കി അതിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വീട്ടിലൊരു മുറിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇമാം ഹർബ് അൽ കർമാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ചത് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. വീട്ടിൽ ഒരു നമസ്കാരത്തിനുള്ള സ്ഥലമുണ്ട്, അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നു ഒരു സ്ത്രീ. അദ്ദേഹം പറഞ്ഞു ബിദ്അത്താണ് എന്നാണ് പറഞ്ഞത്. അബ്ഗദുൽ അഅമാലി ഇലല്ലാഹി അൽ ബിദ്അ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പ്രവൃത്തികൾ ബിദ്അത്തുകളാണ്. ഫലാ ഇഅ്തികാഫ ഇല്ലാ ഫി മസ്ജിദ്, മസ്ജിദിലല്ലാതെ ഇഅ്തികാഫ് ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അപ്പോൾ മസ്ജിദ് ആയിരിക്കണം ഇഅ്തികാഫ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇഅ്തികാഫിൻ്റെ സമയമോ, ഏറ്റവും കുറഞ്ഞ സമയം എത്രയാണ്? എത്ര സമയം ഇഅ്തികാഫ് ഇരിക്കാം? ഒരു കുറച്ചധികം സമയം, സാധാരണയിൽ കവിഞ്ഞ് കുറച്ച് സമയം നമ്മൾ പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, 1 മണിക്കൂറൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മതി എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അതൊരു സഹാബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. യഅ്ല ഇബ്നു ഉമയ്യ എന്ന ഒരു സഹാബി അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതായി ഇമാം അബ്ദുർ റസാഖ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച അസർ കാണാം. ഇജ്ലിസ് നഅ്തകിഫ് സാഅതൻ ഫിൽ മസ്ജിദിൽ ഹറാം, 1 മണിക്കൂർ നമുക്ക് ഹറമിൽ ഇഅ്തികാഫ് ഇരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട്. അപ്പോൾ നമ്മൾ റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പള്ളിയിൽ കുറച്ചധികം സമയം ഇരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇഅ്തികാഫിന് നിയത്ത് വെക്കുക. ഇപ്പോൾ മഗ്രിബിന് പോയിട്ട് ഇശാ വരെ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ, ഒരു ദർസിനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാഹചര്യത്തിലോ പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇഅ്തികാഫിന് നിയത്ത് വെക്കുക. അതുപോലെ റമദാനിൽ തന്നെ പകൽ ജോലിയുള്ള ആളുകൾക്ക് രാത്രി ഇഅ്തികാഫ് ഇരിക്കാം, അത് ഇഅ്തികാഫാണ്. അതിന് ഈ സഹാബിയുടെ വാക്ക് തെളിവാണ്.
ഏറ്റവും കുറഞ്ഞത് ഇത്ര സമയം വേണം എന്ന് നിബന്ധനയില്ല. എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഒരു നേർച്ച നേർന്നതായി ജാഹിലിയ കാലത്ത് ഒരു രാത്രി ഹറമിൽ എത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഔഫി ബിനദിരിക, നീ ആ നേർച്ച വീട്ടിക്കൊള്ളുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് പലപ്പോഴും പകലിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വേണം എന്ന് പറയുന്നവർക്ക് ഈ ഹദീസ് മറുപടിയാണ്. അതുപോലെ തന്നെ റമദാൻ 10 ദിവസം മുഴുവനായിട്ട് എത്തിക്കാഫ് ഇരുന്നാലേ ശരിയാവുകയുള്ളൂ എന്ന് പറയുന്നതിനും ഈ ഹദീസ് മറുപടിയാണ്. ഇവിടെ ഒരു രാത്രി മാത്രം എത്തിക്കാഫ് ഇരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. അതുപോലെ എത്തിക്കാഫ് ഇരിക്കാൻ നോമ്പ് നിബന്ധനയാണോ? റമദാൻ അല്ലാത്ത സമയത്ത് നോമ്പ് വേണോ? അതും നിബന്ധനയില്ല എന്ന് ഈ ഹദീസ് മനസ്സിലാക്കാം. കാരണം രാത്രിയിൽ നോമ്പ് നിൽക്കുകയില്ല. ഇനി എത്തിക്കാഫ് മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജിമാ, ലൈംഗിക ബന്ധം. കാരണം അത് എത്തിക്കാഫിന്റെ ലക്ഷ്യത്തിനെതിരാണ്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ആയത്തിൽ തന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. എത്തിക്കാഫിനെ കുറിച്ചുള്ള ആയത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത്, എത്തിക്കാഫ് ഇരിക്കുന്ന മസ്ജിദിൽ നിന്ന് അനാവശ്യമായി പുറത്തു പോവുക. ആവശ്യങ്ങൾക്ക് പുറത്തു പോകാം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ടോയ്ലറ്റ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിക്കാഫിൽ നിന്ന് മസ്ജിദിൽ നിന്ന് പുറത്തു പോകാം. അതല്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ എത്തിക്കാഫ് മുറിയും. ഇബ്ൻ ഹസം റഹിമഹുല്ലാഹ് പറയുന്നു, വത്തഫഖു, പണ്ഡിതന്മാരെ ഏകോപിച്ചിട്ടുണ്ട്, അല അന്ന മൻ ഖറജ മിൻ മുഅ്തഖഫിഹി ഫിൽ മസ്ജിദ്, മസ്ജിദിലുള്ള എത്തിക്കാഫ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണോ പുറത്തു പോയത്, ലിഗൈരി ഹാജത്തിൻ വലാ ദറൂറ, ഒരാവശ്യവുമില്ലാതെ പുറത്തു പോയാൽ, വലാ ബിർരിൻ ഉമിറ ബിഹി ഔ നുദിബ ഇലൈഹി, അല്ലെങ്കിൽ തനിക്ക് നിർബന്ധമായ എന്തെങ്കിലും ഒരു കർമ്മം അല്ലെങ്കിൽ സുന്നത്തായ ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ല പുറത്തു പോയതെങ്കിൽ, ഫൈന ഇഅ്തികാഫഹു ഖദ് ബതൽ, അവന്റെ ഇഅ്തികാഫ് ബാത്തിലാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഷെയ്ഖ് സഅദി തുറന്ന് പറയുന്നു, വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 മസ്ജിദുകളിലേക്കല്ലാതെ തീർത്ഥാടനം പാടില്ല. അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദ, മക്കയിലെ മസ്ജിദുൽ ഹറാം, മദീനയിലെ ഹറം, വൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസിലെ അൽ മസ്ജിദുൽ അഖ്സ. ഈ 3 മസ്ജിദുകളിലേക്കല്ലാതെ തീർത്ഥാടനം പാടില്ല. എന്താണ് തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ? പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പള്ളിയിലേക്ക് പോവുക, ഇന്ന പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കൂടുതൽ കൂലിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു മസ്ജിദിലേക്ക് പോവുക. അത് ഈ 3 പള്ളികൾക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഇഅ്തികാഫ് ഈ 3 പള്ളികൾ മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെയില്ല. നേരെ മറിച്ച് അധിക സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അഭിപ്രായം ജമാഅത്തുള്ള ഏത് മസ്ജിദിലും ഇഅ്തികാഫ് ഇരിക്കാം എന്നുള്ളതാണ്. വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ മസ്ജിദുകളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവരായിരിക്കെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മസ്ജിദുകളെല്ലാം ഇഅ്തികാഫിനുള്ള സ്ഥലമാണ്. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ലാ ഇഅ്തികാഫ് ഇല്ലാ ഫിൽ മസാജിദി സലാസ എന്ന ഒരു ഹദീസുണ്ട്, ഈ 3 പള്ളിയിലെ ഇഅ്തികാഫ് പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഹദീസ് സഹീഹല്ല, അത് ദഈഫാണ് എന്ന് പല ഇമാമിയങ്ങളും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സഹാബത്തിൽ നിന്ന് ഈ വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെതിരാണ്. അലി റളിയല്ലാഹു അൻഹു, ഇബ്ൻ മസ്ഊദ്, അംർ ഇബ്ൻ ഹുറൈസ്, ഇബ്ൻ അബ്ബാസ്, ആയിഷ, ഇവരൊക്കെ എല്ലാ മസ്ജിദുകളിലും ഇഅ്തികാഫ് ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വഹാദ ഖൗലു ആമ്മത്തി താബിഈൻ, ഇതാണ് ബഹുഭൂരിപക്ഷം താബിഈങ്ങളുടെയും അഭിപ്രായം. എന്നാൽ ഈ 3 പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ട്. കാരണം ഇബാദത്തുകൾക്ക് അധികം പ്രതിഫലമുള്ള പള്ളികളാണ്, നമസ്കാരത്തിന് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുകളാണ്. ഇനി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു മസ്അല, ഈ 3 പള്ളിയല്ലാത്ത മറ്റൊരു പള്ളിയിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ വിലക്കിയ കാര്യമാണെങ്കിൽ, ദർഗകളിലേക്ക് ഇന്ന വലിയന്റെ മഖ്ബറ എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്നത് എത്ര വലിയ തെറ്റായിരിക്കും. അതിൻ്റെ ഗൗരവം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്രയുമാണ് നോമ്പിൻ്റെ സുന്നത്തായ കാര്യങ്ങൾ, നോമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മസ്അലകൾ. ഇത്രയുമാണ് കിതാബു സിയാമിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നോമ്പ് നോൽക്കാനും ഇഖ്ലാസോടുകൂടി റമദാനിൽ മറ്റെല്ലാ ഇബാദത്തുകളും നിർവഹിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.